ഓങ്കാരപഞ്ചരസുഖീമുപനിഷത്യാനകേളീ കാലഗണ്ഡീമാഗമവിപീനമയൂരീ മാര്യാമന്തർവിഭാവയേ ഗൗരീം ശ്രീമഹാസരസ്വത്യൈ നമഃ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ശ്രീമദ് ദേവി ഭാഗവതം നവമസ്കന്ധം 4-ാമത്തെ അധ്യായത്തിൽ സരസ്വതി കവചം എന്ന് പറയുന്നതായിട്ടുള്ള മന്ത്രത്തെ ഭൃഗുമഹർഷിക്ക് ബ്രഹ്മാവ് ഉപദേശിച്ചുകൊണ്ട് ആ മന്ത്രത്തിൻ്റെ മഹത്വത്തെ ഇവിടെ പറയുന്ന ഭാഗങ്ങളാണ് അവലോകനം ചെയ്ത് കൊണ്ടുവരുന്നത്. ബ്രഹ്മപ്രജാപതി തന്നെയാണ് ഈ കവചമന്ത്രത്തിൻ്റെ ഋഷി. ഇതിൻ്റെ ഛന്ദസ് ബൃഹസ്പതിയും ദേവത ശാരദാംബികയുമാണ്. സർവതത്വങ്ങളുടെയും പരിജ്ഞാനത്തിലും സർവാർത്ഥങ്ങളിലും സാധനങ്ങളിലും സർവകവിതകളിലുമാണ് ഇതിൻ്റെ വിനിയോഗം എന്ന് പറയപ്പെടുന്നു. ശ്രീം ഹ്രീം എന്നീ ബീജസ്വരൂപിണിയായ സരസ്വതി ഭഗവതി എല്ലാ സ്ഥലത്തും നിന്നുകൊണ്ട് എൻ്റെ ശിരസിനെ രക്ഷിക്കട്ടെ. ശ്രീസ്വരൂപിണിയായ വാഗ്ദേവത എൻ്റെ ഫാലപ്രദേശത്തെ സർവദാ രക്ഷിക്കട്ടെ. ഓം ഹ്രീം സ്വരൂപിണിയായ സരസ്വതി ദേവി എൻ്റെ 2 ശ്രോത്രങ്ങളെയും സദാ രക്ഷിക്കട്ടെ. സരസ്വതി എൻ്റെ 2 കണ്ണുകളെയും രക്ഷിക്കട്ടെ. വാഗ്വാദിനിയായിട്ടുള്ള ദേവി എൻ്റെ നാസികയെ സർവദാ രക്ഷിക്കട്ടെ. വിദ്യാധിഷ്ഠാത്രിദേവിയായ ദേവി എൻ്റെ ഔഷ്ഠത്തെ സദാ രക്ഷിക്കട്ടെ. സ്വരൂപിണിയായ ബ്രാഹ്മി ദേവി എൻ്റെ ദന്തവ പങ്ക്തികളെ സദാ രക്ഷിക്കട്ടെ. ഐം എന്ന ഏകാക്ഷരമന്ത്രം ഖണ്ഡത്തെ സദാ രക്ഷിക്കട്ടെ. ഓം ശ്രീം ഹ്രീം സ്വരൂപിണിയായ ദേവി എൻ്റെ കഴുത്തിനെയും ശ്രീസ്വരൂപിണിയായ ദേവി തോളിനെയും സദാ രക്ഷിക്കട്ടെ. വിദ്യാധിഷ്ഠ്യാദിദേവി എൻ്റെ വക്ഷസ്സിനെ സദാ രക്ഷിക്കട്ടെ. എൻ്റെ നാഭിയെ രക്ഷിക്കട്ടെ. സ്വരൂപിണിയായ വാണീദേവി എൻ്റെ കൈകളെ സദാ രക്ഷിക്കട്ടെ. ദേവി എൻ്റെ പാദയുഗ്മം സദാ സംരക്ഷിക്കട്ടെ. എല്ലാം എപ്പോഴും കാത്തുരക്ഷിക്കട്ടെ എന്നെ. ഓം സ്വരൂപിണിയായി സർവകണ്ഠങ്ങളിലും കുടികൊള്ളുന്ന ദേവി കിഴക്ക് ദിക്കിൽ നിന്ന് എന്നെ രക്ഷിക്കട്ടെ. ഓംകാരരൂപിണിയായ സർവജിഹ്വാഗ്രഹങ്ങളിലും വസിക്കുന്ന ദേവി അഗ്നികോണിൽ നിന്ന് എന്നെ രക്ഷിക്കട്ടെ. ബുധജന്യൈ സ്വഹ എന്ന ഈ ഉത്തമ മന്ത്രം ദക്ഷിണദിക്കിൽ നിന്ന് എന്നെ രക്ഷിക്കട്ടെ. ഓം ഹ്രീം ശ്രീം എന്ന ത്രക്ഷരമന്ത്രം നിർവൃതികോണിൽ നിന്ന് സദാ എന്നെ രക്ഷിക്കട്ടെ. ജിഹ്വാഗ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഓം ഐം സ്വരൂപിണിയായ ദേവി എന്നെ പശ്ചിമദിക്കിൽ നിന്ന് രക്ഷിക്കട്ടെ. സർവാംബിക വായുകോണിൽ നിന്ന് എന്നെ രക്ഷിക്കട്ടെ. ഗദ്യവാസിനിയായ ഓം ഹൈം ശ്രീം ക്ലീം സ്വരൂപിണിയായ ദേവി എന്നെ ഉത്തരദിക്കിൽ നിന്ന് രക്ഷിക്കട്ടെ. ശാസ്ത്രവാസിനിയായിട്ടുള്ള ഐങ്കാരസ്വരൂപിണിയായ ദേവി ഈശാനുകോണിൽ നിന്നും എന്നെ രക്ഷിക്കട്ടെ. സർവപൂജിതയായ സ്വരൂപിണിയായ ദേവി എന്നെ മുകൾ ഭാഗത്തു നിന്ന് രക്ഷിക്കട്ടെ. പുസ്തകവാസിനിയായ ദേവി താഴെ നിന്നെന്നെ രക്ഷിക്കട്ടെ. ഗ്രന്ഥബീജസ്വരൂപിയായ ഓങ്കാരസ്വരൂപിണി എന്ന എല്ലായിടത്തും എന്നെ രക്ഷിക്കട്ടെ. ഹേ വിപ്ര, ഹേ ഭൃഗുമഹർഷേ, സരസ്വതി കവചം ഞാൻ അങ്ങക്ക് ഉപദേശിച്ചു കഴിഞ്ഞു. അസംഖ്യം ബ്രഹ്മമന്ത്രങ്ങളുടെ മൂർത്തിരൂപമാണ് ഇത്. വിശ്വജയം എന്നു പേരുള്ള ഈ കവചം ബ്രഹ്മസ്വരൂപമാണ്. പണ്ട് ഗന്ധമാദന പർവ്വതത്തിൽ വെച്ച് ധർമ്മമുഖത്ത് നിന്ന് ഞാൻ നേരിട്ട് കേട്ടതാണ്. അങ്ങയോടുള്ള സ്നേഹം നിമിത്തം ഞാനിത് അങ്ങക്കിത് ഉപദേശിച്ചു തന്നു. ഇത് മറ്റാരോടും പറഞ്ഞു പോകരുത്. വിദ്യാമണ്ണം വസ്ത്രാലങ്കാര ചന്ദനാദികൾ കൊണ്ട് ഗുരുവിനെ പൂജിച്ച് ദണ്ഡനമസ്കാരം ചെയ്തിട്ട് വിവേകമുള്ളവർ കവചം ധരിക്കാവൂ.
അല്ലെങ്കിൽ ഇതിൻ്റെ ഉപദേശം സ്വീകരിക്കാവൂ. 5 ലക്ഷം തവണ ജപിച്ചാൽ ഈ കവചം സിദ്ധമായിത്തീരും. കവചം സിദ്ധമായവൻ ബൃഹസ്പതിക്ക് തുല്യനാണ്. ഇതിനു മുമ്പ് 4 ലക്ഷം എന്ന് പറഞ്ഞു, ഇവിടെ 5 ലക്ഷം എന്ന് പറഞ്ഞു. കവചം സിദ്ധമായ ഒരുവനെ മഹാവാഗ്മിയും കവീന്ദ്രനും ത്രൈലോക്യ വിജയിയുമായി ഭവിക്കും. കവചപ്രസാദത്താൽ അവന് സകലതും ജയിക്കാൻ കഴിയും. ഇതാണ് കണ്വശാഖോക്തമായ കവചം എന്ന് പറയുന്നത്. സ്തോത്രം, പൂജാവിധി, ധ്യാനം, വന്ദനം എന്നിവയെപ്പറ്റി ഇനി ഞാൻ പറയാം, കേട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് 4-ാമത്തെ അധ്യായം ഇവിടെ പരിസമാപിക്കുന്നത്. കവചമന്ത്രം. ശ്രീമദ് ഭാഗവത മഹാപുരാണം എടുത്താൽ അവിടെയും ഈ കവചമന്ത്രം നമുക്ക് കാണാൻ കഴിയും. ദേവന്മാർക്ക് വിശ്വരൂപൻ ഉപദേശിക്കുന്നതായിട്ടുള്ള നാരായണ കവചം എന്ന മന്ത്രം സ്വർഗലോകം നഷ്ടപ്പെട്ട ഇന്ദ്രാദി ദേവന്മാർക്ക് ബലവും മോജസ്സും തേജസ്സും കിട്ടാനും അസുരന്മാരിൽ വിജയം പ്രാപിക്കാനുമായിക്കൊണ്ട് നാരായണ കവചമന്ത്രം വിദ്യാമണ്ണം അവിടെ ഉപദേശിച്ചു. അതിൻ്റെ അർത്ഥങ്ങളും ഇവിടെയുള്ള അർത്ഥങ്ങളും ഏതാണ്ടൊക്കെ ഒന്ന് തന്നെയാണ്. ഓരോ ദിക്കിലും ഓരോ സ്ഥലത്തും ഓരോ പ്രദേശത്തും വിവിധ രൂപത്തിലുള്ള ഭഗവാൻ, വിവിധ അവതാരമൂർത്തിയായിട്ടുള്ള ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ എന്ന് ഭഗവാനെ സ്തുതിക്കുന്നതായിട്ടുള്ള മന്ത്രം നാരായണ കവചമന്ത്രം. അതിനെ വിധിയാവണ്ണം ആ ഉപദേശം സ്വീകരിച്ച് ജപിച്ച് ഭഗവാന്റെ പ്രസാദം നേടിയ ദേവന്മാർ പിന്നീട് അസുരന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് നഷ്ടപ്പെട്ട സ്വർഗരാജ്യം തിരിച്ചെടുക്കുന്നതായിട്ടുള്ള കഥ 6ാം-സ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായത്തിലാണ് നാരായണ കവചമന്ത്രം ഉപദേശിക്കുന്നത്. പിന്നീട് വരുന്ന അധ്യായങ്ങളിലൂടെയാണ് ദേവാസുര സംക്രമവും ദേവന്മാരുടെ വിജയവും എല്ലാം പറയുന്നത്. അതേപോലെ തന്നെ സരസ്വതി ദേവിയെ ഈ കവചമന്ത്രം കൊണ്ട് വിശ്വജയം എന്ന് പറയുന്നതായിട്ടുള്ള ശ്രീം ഹ്രീം സരസ്വതി സ്വാഹ എന്ന് പറഞ്ഞ സരസ്വതി കവചമന്ത്രം കൊണ്ട് 4 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം തവണ ശ്രദ്ധാഭക്തിയോടുകൂടിയിട്ട് ആരാണോ ഉപാസിക്കുന്നത് അവർ ബൃഹസ്പതിക്ക് തുല്യനായി, ദേവഗുരുവായ ബൃഹസ്പതിക്ക് തുല്യനായി തീരും. ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാവിധ